ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം സംബന്ധിച്ചുള്ള അന്വേഷണം CBIക്ക് വിടണമെന്ന ഹർജി കേരള ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചതോടെ കേസിൻ്റെ അന്വേഷണം ഒരു പുതിയ ദിശയിലേക്ക് കടക്കുകയാണ്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെയും CBIയുടെയും അഭിപ്രായം അല്ലെങ്കിൽ നിലപാട് അറിയിക്കാൻ ഇന്ന് കോടതി ആവശ്യപ്പെട്ടു. ഇന്നാണ് കേസ് ആദ്യമായിട്ട് പരിഗണിച്ചത്. അതോടൊപ്പം കേസ് ഡയറി ഹാജരാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ഡയറിക്കൊപ്പം ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു സത്യവാങ്മൂലവും കോടതിക്ക് സമർപ്പിക്കണം. ഇനി ഡിസംബർ 8 ആയിരിക്കും കേസ് വീണ്ടും പരിഗണിക്കുക. അപ്പോഴേക്കും ഗവൺമെൻറ്റിൻ്റെയും CBIയുടെയും നിലപാടുകൾ കോടതി മുൻപാകെ എത്തും എന്ന് പ്രതീക്ഷിക്കാം. നവീൻ ബാബുവിൻ്റെ മരണം അതൊരു ആത്മഹത്യയല്ലെന്നും അതേസമയം കൊലപാതകമാണെന്നും സംശയമുണ്ടെന്ന് കാണിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അന്വേഷണം ഒട്ടും തൃപ്തികരമല്ലെന്നും കാണിച്ചുകൊണ്ടാണ് ഭാര്യ മഞ്ജുഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സമർപ്പിച്ചത്. ഇതാദ്യമായിട്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന സംശയം പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത്. അവർ പറയുന്നത് കൊലപ്പെടുത്തിയതിന് ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നു എന്ന സംശയമുണ്ട് എന്നാണ് ഹൈക്കോടതിയിൽ അവർ ബോധിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തൃപ്തികരമല്ല എന്ന് ധാരാളം വസ്തുതകളും തെളിവുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമർത്ഥിക്കാനും ഈ ഹർജിയിൽ മഞ്ജുഷ ശ്രമിച്ചിട്ടുണ്ട്. ഇതോടെ നവീൻ ബാബുവിൻ്റെ കുടുംബം കേരള സർക്കാരിനെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയും ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPMനെയും ഒരു ചക്രവ്യൂഹത്തിൽ ആക്കിയിരിക്കുകയാണ്. ഇവരെല്ലാം അതിൻ്റെ ഉള്ളിലായിക്കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് ഈ വ്യൂഹം ഭേദിച്ചുകൊണ്ട് പുറത്തു വരിക വളരെ ബുദ്ധിമുട്ടായിരിക്കും, യാതൊരു സംശയവുമില്ല. വളരെ ബുദ്ധിപൂർവമായ ഒരു നീക്കത്തിലൂടെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഈ CBI അന്വേഷണം എന്ന ആവശ്യം ഹൈക്കോടതിയിൽ എത്തിച്ചത്. ആദ്യം അവർ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് സമീപിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ, വ്യത്യസ്ത സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ, അതുപോലെ ഈ കേസുമായി ബന്ധമുള്ള ആളുകളുടെ പ്രതിയുടെ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ നശിപ്പിക്കാതെ സൂക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അവരാദ്യം ഹർജി നൽകിയത്. അത് ഡിസംബർ 3 അതിൻ്റെ വിധി പറയാനിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി കൊടുക്കുമ്പോൾ തന്നെ അവരൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഞങ്ങൾ ഇനി CBI അന്വേഷണത്തിന് പോവുകയാണെങ്കിൽ ആ അന്വേഷണം ആരംഭിക്കുമ്പോൾ അതിനു മുമ്പ് തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനാണ് ഈ ഹർജി സമർപ്പിക്കുന്നത് എന്ന് ആ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. കാരണം അതിൽ നിന്ന് തന്നെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുമെന്ന് വ്യക്തമായിരുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം വഴിതെറ്റിപ്പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് മഞ്ജുഷ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കുക അത്ര എളുപ്പമല്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഈ കേസിൻ്റെ ഒരു വശം. അതോടൊപ്പം നവീൻ ബാബു ഒരു അഴിമതിക്കാരനാണെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ PP ദിവ്യയെ, പ്രതിയെ, ഈ കേസിൽ നിന്ന് നിഷ്പ്രയാസം രക്ഷിക്കാൻ സാധിക്കുമെന്ന് CPM കണക്കുകൂട്ടി. അതിന് പറ്റിയ തരത്തിലുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ കേസിൻ്റെ തുടക്കം മുതലേ ആ ഒരു പ്രവണത നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ്, എല്ലാവരും മനസ്സിലാക്കിയതാണ്. അതായത് നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ശ്രമം. ഇപ്പോൾ ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിന് ശേഷം CPMൻ്റെ സൈബർ പോരാളികൾ ആ വഴിക്കുള്ള കഠിനമായ അധ്വാനം നടത്തിക്കൊണ്ടിരിക്കുക, കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളിൽ ഈ നവീൻ ബാബുവിനെതിരായിട്ടൊരു വലിയ ആരോപണ ശൃംഖല തന്നെ സൃഷ്ടിക്കുന്നതിന്
ഉള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് തീർച്ചയായിട്ടും CPM-ൻ്റെ പരോക്ഷമായ പിന്തുണയുണ്ട്. അവരുടെ കൺവട്ടത്ത്, അവരുടെ നോട്ടത്തിന് കീഴിലാണ് ഈ അന്വേഷണമെല്ലാം നടക്കുന്നത്. PP ദിവ്യ അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട ആളുകളാണ് അന്വേഷണം നടത്തുന്ന സംഘത്തിലുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കുന്ന അത്ര എളുപ്പമല്ലെന്ന്. അതേസമയം നവീൻ ബാബുവിനെ ഒരു അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ സാധിച്ചാൽ ദിവ്യയ്ക്ക് പെട്ടെന്ന് ഊരിപ്പോരാൻ സാധിക്കും. അതായിരുന്നു അവരുടെ തന്ത്രം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് CBIയുടെ അന്വേഷണം എന്ന ആവശ്യത്തിലേക്ക് നവീൻ ബാബുവിൻ്റെ കുടുംബം വന്നിരിക്കുന്നത്. കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമല്ലല്ലോ CBI. അവരുടെ അന്വേഷണ രീതികളെക്കുറിച്ചും ഫലപ്രാപ്തിയെക്കുറിച്ചുമൊക്കെ സംശയങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും പിണറായി വിജയൻ്റെ പോലീസല്ല CBI എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സർക്കാരിനും പോലീസിനും എതിരായിട്ടുള്ള അതിശക്തമായ ഒരു കുറ്റപത്രമാണ് വാസ്തവത്തിൽ മഞ്ജുഷയുടെ ഹർജി. അതുപോലെ തന്നെ സർക്കാരിലും അന്വേഷണത്തിലുമുള്ള അവിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരു പാർട്ടി കുടുംബമാണെന്നാണ് പറയുന്നത്. നവീൻ ബാബുവും ഭാര്യ മഞ്ജുഷയുമൊക്കെ CPM-ൻ്റെ സർവീസ് സംഘടനകളിലൊക്കെ അംഗമാണ്, സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെയാണ്. ആ കുടുംബം തന്നെയാണ് CPM-ൻ്റെ പോലീസ് നടത്തുന്ന അന്വേഷണം ഒട്ടും തൃപ്തികരമല്ലെന്നും അതുപോലെ തന്നെ ഇത് കൊലപാതകമാണെന്ന് സംശയമുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും നാം നേരത്തെ പറഞ്ഞ ചക്രവ്യൂഹത്തിൽ പെടുന്നത്. ഇന്നിപ്പോൾ ഹൈക്കോടതി സർക്കാരിൻ്റെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകി കഴിഞ്ഞു. ഇനി അടുത്ത അവധിക്ക് മുമ്പായിട്ട് CBI അന്വേഷണത്തോട് യോജിക്കുന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് സർക്കാർ പറയണം. ഈ കേസിൽ PP ദിവ്യ, അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം രക്തബന്ധത്തെക്കാൾ കൂടുതൽ കട്ടിയുള്ള പാർട്ടി ബന്ധം പുലർത്തുന്ന PP ദിവ്യ, അവരാണല്ലോ പ്രതി. അവരെ സംരക്ഷിക്കണോ? CBI വന്നാൽ കളി മാറും. അതുകൊണ്ട് കേസ് CBIക്ക് വിടാതെ കേരള പോലീസ് തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിലപാട് അത് സ്വീകരിക്കുമോ സർക്കാർ? അല്ലെങ്കിൽ അതിനെ നിർബന്ധിക്കുമോ, അതിനായി സമ്മർദ്ദം ചെലുത്തുമോ പാർട്ടി? അതാണ് ഒരു വശം എന്ന് പറയുന്നത്. മറുഭാഗത്ത് നവീൻ ബാബുവും കുടുംബവും പാർട്ടി കുടുംബമാണെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് സർക്കാരും പാർട്ടിയുമെന്ന് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ CBI അന്വേഷണം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയാണ് ഗവൺമെൻറ്റും പാർട്ടിയും ഒരു ചക്രവ്യൂഹത്തിൽ, വിഷമവൃത്തത്തിൽ പെടുന്നത്. മഞ്ജുഷയുടെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘം അടിമുടി പരാജയമാണ് എന്നാണ് അവർ പറയുന്നത്. ഈ അന്വേഷണ സംഘം രൂപീകരിച്ചത് തന്നെ ചട്ടപ്രകാരമല്ല. അതോടൊപ്പം ഈ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് പ്രതിയായ PP ദിവ്യയുമായി അടുത്ത വ്യക്തിബന്ധം ഉള്ളവരാണ്. CPM നിർദ്ദേശിക്കുന്ന രീതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുന്നത്. അതുപോലെ തെളിവുകൾ ശേഖരിക്കാനല്ല, ഉള്ള തെളിവുകൾ നശിപ്പിക്കാനാണ് അന്വേഷണ സംഘം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതലേ നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണെന്ന് തെളിയിക്കാനുള്ള അന്വേഷണമാണ് ഈ സംഘം നടത്തിക്കൊണ്ടിരുന്നത്. ഈ കേസിൻ്റെ ഉത്ഭവം മുതലുള്ള കാര്യങ്ങൾ ഹർജിയിൽ പറയുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടത്തിയ കാര്യം, ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം അത് നടത്തേണ്ടത്. പക്ഷേ മഞ്ജുഷയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലുമോ എത്തുന്നതിന് മുമ്പായിട്ട് ഇൻക്വസ്റ്റ് നടത്തുകയാണ് ഉണ്ടായത്. പിന്നീട് പോസ്റ്റ്മോർട്ടം, അപ്പോഴും ബന്ധുക്കളുടെ ആരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവന്ന് ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ ദഹിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ സംശയാസ്പദമാണ്. ഈ പെട്രോൾ പമ്പിന് എതിർപ്പില്ലാ രേഖ ആവശ്യപ്പെട്ടിരുന്ന പ്രശാന്തൻ, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു പരാതി, ആ പരാതിയെപ്പറ്റി ധാരാളം പരാതികൾ ഉണ്ടായിട്ടുണ്ട്, സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് CPM കേന്ദ്രത്തിൽ തയ്യാറാക്കിയതാണെന്നും ഒരു പ്രമുഖ നേതാവാണത് ഉണ്ടാക്കിയതെന്നുമുള്ള ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ അതേക്കുറിച്ച് ഒരു അന്വേഷണവും നടക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടുമില്ല പ്രശാന്തിനെ. ഈ വിവാദ യാത്രയപ്പ് യോഗം, അവിടെ വെച്ച് PP ദിവ്യ ADM-നെതിരെ നടത്തിയ പരാമർശങ്ങൾ, പ്രസംഗം, അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്
പത്തനംതിട്ടയിലെ ADM നവീൻ ബാബുവിൻ്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹം സ്ഥലം മാറിപ്പോകുന്ന സ്ഥലത്തുള്ള പല ജീവനക്കാർക്കും ആളുകൾക്കും അയച്ചു കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘം SIT നടത്തിയിട്ടില്ല. കളക്ടറേറ്റ്, ക്വാർട്ടേഴ്സ് പരിസരം, റെയിൽവേ സ്റ്റേഷൻ പരിസരം ഇവിടങ്ങളിലെ CCTV പോലീസ് ശേഖരിച്ചിട്ടില്ല. അതുപോലെ കളക്ടർ അരുൺ വിജയും PP ദിവ്യയും തമ്മിലുള്ള ബന്ധം, പ്രത്യേക സൗഹൃദം, അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ പെടുന്നില്ല. PP ദിവ്യ, പ്രശാന്തൻ മുതലായ ആളുകളുടെ ടെലിഫോൺ വിളികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇതുവരെ ശേഖരിച്ചിട്ടില്ല. കളക്ടറുടെ ടെലിഫോൺ വിളികളുടെ വിശദാംശങ്ങൾ അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ കളക്ടറേറ്റിലെ നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകർക്ക് ഭീതി കൂടാതെ മൊഴി നൽകാൻ സാധിക്കുന്നില്ല. അവരതിന് മുന്നോട്ട് വരുന്നില്ല. അത് കേരള പോലീസിൻ്റെ അന്വേഷണമായതുകൊണ്ടാണ്. കളക്ടറിൽ നിന്നോ സർക്കാരിൽ നിന്നോ അവർക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണ് അവർ കേരള പോലീസിൻ്റെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകാൻ, തെളിവുകൾ നൽകാൻ തയ്യാറാവാത്തത് എന്ന് മഞ്ജുഷ അവരുടെ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ശ്രീമതി മഞ്ജുഷയുടെ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇതൊക്കെയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും പാർട്ടിക്കും എതിരായിട്ടുള്ള അതിശക്തമായ ഒരു കുറ്റപത്രം തന്നെയാണ് ഈ ഹർജി. ഗവൺമെൻറ് ഇതുവരെ എടുത്ത എല്ലാ നടപടികളെയും, പ്രത്യേക അന്വേഷണ സംഘം അവരുടെ അന്വേഷണം അടക്കമുള്ള എല്ലാ നടപടികളെയും തള്ളിക്കളയുന്നു. അതോടൊപ്പം തന്നെ തെളിവ് ശേഖരിക്കാനല്ല, നശിപ്പിക്കാനാണ് സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അന്വേഷണം ശ്രമിക്കുന്നത് എന്ന് അടിവരയിട്ട് പറയുന്നു. നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കി ചിത്രീകരിച്ച് PP ദിവ്യയെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്നും ഈ ഹർജിയിൽ കൃത്യമായിട്ട് മഞ്ജുഷ പറയുന്നുണ്ട്. പാർട്ടി അംഗമായ മഞ്ജുഷയാണ്, പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള മഞ്ജുഷയാണ് ഈ ശക്തമായ ആരോപണങ്ങൾ കോടതിയുടെ മുമ്പാകെ ഈ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും പാർട്ടിക്കുമെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അന്വേഷണത്തിലെ പാർട്ടിയുടെ കൈകടത്തലുകൾ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇതിന്മേലൊരു അഭിപ്രായം പറയേണ്ടത് സർക്കാരാണ്. ആർക്കനുകൂലമായൊരു നിലപാടായിരിക്കും ഗവൺമെൻറ് എടുക്കുക? അന്വേഷണം CBIക്ക് വിടുന്നതിൽ എതിർപ്പില്ല എന്ന് പറയുമോ? അവരിതുവരെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടെടുത്തിട്ടുള്ള നിലപാട് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. ആ കുടുംബത്തിനൊപ്പമാണ് സർക്കാരും പാർട്ടിയും എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതേസമയം ഇപ്പോഴത്തെ PP ദിവ്യ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പാർട്ടി നേതാവാണ്. വാസ്തവത്തിൽ ദിവ്യ മാത്രമല്ല, ഈ കേസിൽ കണ്ണൂരിലെ പാർട്ടി തന്നെ പ്രതിക്കൂട്ടിലാണ്. അപ്പോൾ പാർട്ടിയെ രക്ഷിക്കുമോ അതോ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുമോ? ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. CBI അന്വേഷണം ആവട്ടെ എന്ന് പറയുകയാണെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ സമർപ്പിച്ച ഹർജിയിലെ എല്ലാ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ശരിവെക്കലാവും. അതും ഗവൺമെൻറ്റിനെ ഊരാക്കുടുക്കിൽ നിർത്തുന്ന ഒരു ഘടകമാണ്. CBIയുടെ അന്വേഷണം വന്നാൽ കളിമാറും കേട്ടോ. അത് കേരള പോലീസ് വരുന്നതായിരിക്കില്ല. CBI ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ വലിയ തടിമുടുക്കും പൊണ്ണക്കാരിയോ കാണിക്കുന്നവരെ മുള്ളിക്കൊണ്ട് സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. ഈ മരണം, ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം സംഭവിച്ചിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. മറ്റു പല കേസുകളിലും കേസ് അന്വേഷിച്ച് നശിച്ച് നാറാണക്കല്ല് പിടിച്ചതിന് ശേഷമാണ് CBIയുടെ മുമ്പിൽ കിട്ടുന്നത്. ഇതത്ര പഴകിയിട്ടില്ല. തെളിവുകൾ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. സത്യസന്ധവും നിഷ്പക്ഷവുമായ ഒരു CBI അന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ ആത്മഹത്യയുടെയോ കൊലപാതകത്തിൻ്റെയോ പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അക്കാര്യത്തിൽ സംശയങ്ങളൊന്നും വേണ്ട. എന്നാൽ പാർട്ടിയെയും പാർട്ടി നേതാവിനെയും രക്ഷിക്കാൻ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിലുള്ള സ്വാധീനം ഉപയോഗിക്കുകയാണെങ്കിൽ, CBI അന്വേഷണത്തിൽ അത് പ്രയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ CBI അന്വേഷണവും ഫലവത്തായില്ല എന്നും വന്നേക്കാം. മിടുക്കനായ ഒരു സേതുരാമയ്യർ സത്യസന്ധമായിട്ടും നിഷ്പക്ഷമായിട്ടും അന്വേഷിച്ചാൽ ഇതിലെ പ്രതികൾ അഴികൾ എണ്ണുക തന്നെ ചെയ്യും.